അതെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻഫോർമൽ ആയിട്ടുള്ള സെറ്റിങ്ങിൽ, അതായത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആളുകൾക്കിടയിൽ സോറി അല്ലാതെ എങ്ങനെ മറ്റു ഫ്രേസുകൾ യൂസ് ചെയ്തിട്ട് സോറി പറയാം എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫോർമൽ ആയിട്ടുള്ള സെറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് സോറി പറയാം നോക്കാം. ഫസ്റ്റ് വൺ ഇസ് വളരെ എന്താ പറയുക, സിൻസിയർ ആൻഡ് അപ്പോളജറ്റിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് ഐ സിൻസിയർലി അപ്പോളജൈസ്. ഐ സിൻസിയർലി അപ്പോളജൈസ്. രണ്ടാമത്തേത് ഒരു ബ്രിട്ടീഷ് യൂസേജ് ആണ്, ക്വൈറ്റ് ഓൾഡ് ഫാഷൻഡ് ആണ്, ബട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഐ ബെഗ് യുവർ പാർഡൻ. ഐ ബെഗ് യുവർ പാർഡൻ. മൂന്നാമത്തത് കുറച്ച് ഇമോഷണൽ ആണ്, ഇത്തിരി പേഴ്സണൽ ആണ്. വി ക്യാൻ സേ പ്ലീസ് forgive me. പ്ലീസ് forgive me if I have upset you in any way. ക്ഷമിക്കൂ എന്ന് വളരെ പേഴ്സണൽ ആൻഡ് ഇമോഷണൽ ആയിട്ട് പറയാൻ പറ്റും. ഇനി നാലാമത്തേത് ഒരു പ്രൊഫഷണൽ സെറ്റിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രയോഗമാണ്, നമ്മൾ ക്വൈറ്റ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രയോഗമാണ് ഐ റിഗ്രറ്റ് ദാറ്റ്. ഐ റിഗ്രറ്റ് ദാറ്റ്. അഞ്ചാമത്തേത് ഫൈനൽ വൺ, നമുക്ക് ഒരു കസ്റ്റമർ സർവീസ് മേഖലയിലോ അല്ലെങ്കിൽ ഇമെയിൽസിലോ ഒക്കെ ക്വൈറ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രയോഗമാണ് അപ്പോളജീസ് ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോളജീസ് ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. സോ നോക്കൂ, ഇവിടെ ഫോർമൽ ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള സെറ്റിങ്ങിലും സോറി എന്ന് പറയാതെ ഇത്തരം ഫ്രേസസ് ഒക്കെ, നേറ്റീവ് ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് സോറി പറയാം.